ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. ആദ്യം മോനിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച്, പിന്നെ ഞാൻ റെഡിമെയ്ഡ് ചപ്പാത്തി പാക്കറ്റ് ഇന്നലെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് മോനിക്കൊരു ചപ്പാത്തി 2-3 ചപ്പാത്തി റോളും സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. പിന്നെ മോൾക്കാണെങ്കിൽ ചപ്പാത്തി നൂഡിൽസും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ മോനിക്കുള്ള പാലൊക്കെ ഒന്ന് കാച്ചിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പാത്രം ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരമാണ്, ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഞാൻ മൂടി വെച്ചു. പിന്നെ ഞാൻ തലേദിവസത്തെ കറിയൊക്കെ ഉണ്ടായതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇന്നലത്തെ കൊഴുവക്കറി കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ ചപ്പാത്തി റോൾ ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് വേണ്ടി ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കിയാണ്. പീലർ എടുക്കാൻ ഭയങ്കര മടിയാണ്. എളുപ്പപ്പണിക്ക് കത്തി തന്നെ എടുക്കും. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കത്തിയാണ് കേട്ടോ. നല്ല മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര മുറിച്ചിട്ടുണ്ടാകുന്നു. അപ്പോൾ ഇത് അവൈലബിൾ ആണെങ്കിൽ മേടിച്ചോട്ടെ, എന്തായാലും വേർത്ത് തന്നു. അപ്പോൾ ഞാൻ മസാലക്കുള്ള സവാളയൊക്കെ എല്ലാം ഉലിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങൊന്ന് അങ്ങനെ തന്നെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ വര പോലെ ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമുക്കൊന്ന് ആദ്യം അത് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് റെസിപ്പി വീഡിയോ ഒന്നല്ല കേട്ടോ, ജസ്റ്റ് എല്ലാം കുക്ക് ചെയ്യണേ ഒന്ന് കാണിക്കണം എന്നുള്ളൂ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ചപ്പാത്തി നിൽക്കാനായിട്ടുള്ള മടി കൊണ്ടിട്ടാണ് ഞാൻ ആ പാക്കറ്റ് വാങ്ങിപ്പിച്ചത്. കാരണം മോനിക്ക് 7:30 മണിക്ക് പോകണം. പിന്നെ ചപ്പാത്തി കുഴച്ച് പരത്താനൊന്നും നിൽക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഈ ചപ്പാത്തി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഈ പാക്കറ്റ് ചപ്പാത്തി. അത്യാവശ്യം നമ്മൾ ചുടണേക്കാളും നല്ല രീതിക്ക് നല്ലൊരു റൗണ്ടിലൊക്കെ ആയതുകൊണ്ട് തന്നെ കാണാനൊക്കെ ഒരു ഭംഗിയാണ്. ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ അങ്ങനെ ചുട്ടെടുക്കണേണ്. മോന് എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ടാവും. അവിടെ ധൃതി കൂട്ടുന്നുണ്ട് കേട്ടോ. ലേറ്റ് ആവും പെട്ടെന്ന് അവിടെ വീഡിയോ എടുക്കണോണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് സ്ലോ ആവും കേട്ടോ. അതങ്ങനെയാണ്, അത് വീഡിയോ എടുക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. ഞാൻ ആദ്യം വിചാരിച്ച് മോനിക്കുള്ള ചപ്പാത്തി മാത്രം ചുട്ടെടുക്കാമെന്ന്. പിന്നെ വിചാരിച്ച് ആകെ 10 ചപ്പാത്തി ഉള്ളത് എല്ലാം കൂടി ചുട്ടെടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോനെ വിട്ട ശേഷം ഉണ്ടെന്ന് ഞാൻ ചായ തിളപ്പിക്കാൻ നിന്നത്. കാരണം ഇന്ന് ചപ്പാത്തി പാക്കറ്റുള്ള ധൈര്യത്തിൽ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ എന്തായാലും എഴുന്നേൽക്കുന്ന ടൈമിന് എഴുന്നേറ്റില്ലേ കണ്ട. പിന്നെ ആകെ ഒരു വെപ്രാളമായിരിക്കും. അപ്പം എനിക്ക് വല്ലാതെ ഇടങ്ങേറെടുക്കലുണ്ടായിരുന്നു. രാവിലെ ചായ കുടിക്കാതെ, ചായ ഭ്രാന്തൊന്നുമില്ല, ചായ നിർബന്ധമൊന്നുമില്ല, എന്നാലും എനിക്ക് ചായ കിട്ടിയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.